രാവിലത്തെ നിസ്കാരം ചായയുടെയൊക്കെ കഴിഞ്ഞ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എനിക്ക് കുറച്ച് ഉച്ചക്കത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ബിരിയാണി റെസിപ്പി വീഡിയോ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ പോയിട്ട് കണ്ടോക്ക്. കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യും. ബിരിയാണി വെക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിൽ ആവശ്യമുള്ള മസാലകളൊക്കെ പുരട്ടിയിട്ട് അരമണിക്കൂർ മാറ്റി വെക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ ചോറ് വെക്കേണ്ട അരി ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കഴുകിയിട്ട് ആടെ വെള്ളം ഊറ്റിയിട്ട് നല്ല വെള്ളം പറഞ്ഞിട്ട് ആടെ വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ചിക്കൻ നല്ല മസാല പിടിച്ച് കിട്ടുകയും ചെയ്യും, ചോറ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ വീട് വെക്കുമ്പോൾ എൻ്റെ മാപ്പിളക്ക് ഇതിന് നിർബന്ധം വിറകടുപ്പ് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ 3 അടുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഒരടുപ്പുള്ള വിറകടുപ്പുണ്ടല്ലോ അതാക്കി തന്നാൽ മതി. അങ്ങനെ ഒറ്റ അടുപ്പുള്ള വിറകടുപ്പാണ് ആക്കിയത്. അപ്പോൾ ഇത് നല്ല സൂപ്പർ അടുപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ഗ്യാസിനെയും കാട്ടി എത്രയോ പെട്ടെന്ന് ഇതിൽ നിന്ന് ഭക്ഷണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 4 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാമെന്ന്. അടുപ്പുണ്ടാക്കുന്നവർ ഇങ്ങനത്തെ ഒരടുപ്പ് നിർബന്ധമായിട്ട് ഉണ്ടായിക്കോ. അങ്ങനെ ഞാൻ എണ്ണ വാർന്നു കൊടുത്തിട്ടുണ്ട്. ബിരിയാണിക്ക് ദമ്മിടുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി, അണ്ടി, മുന്തിരി ഇതൊക്കെ ചിക്കൻ ഇടും പിന്നെ ഈ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് കോരി വെക്കുന്നുണ്ട്. അതിന് ശേഷം ഈ എണ്ണയിലാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുള്ളത്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുണ്ടേ, ഹാഫ് വേവാകുമ്പോൾ ചിക്കൻ എടുത്തിട്ട് മാറ്റണം. ബാക്കി നമുക്ക് മസാലയിൽ ചിക്കൻ ഇട്ട് കുക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പം കൂടുതൽ സമയം ചെടീൻ്റെ അടുത്തൊന്നും രാവിലെ പോകാനോ അവിടെ ഇരിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ, നല്ല വെയിലല്ലേ. വെള്ളം ഒഴിച്ചിട്ട് വേഗം ഓടി രക്ഷപ്പെടില്ല ചൂട് കൊണ്ട്. മസാലയ്ക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് പാർന്നു കൊടുക്കലേ. അതിലേക്ക് പെരുംജീരകം, ജീരകം അങ്ങനെയൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്, അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഉള്ളി നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തൈരും ആവശ്യത്തിന് ഉപ്പ്, മല്ലി, പുതിന, കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള മൊത്തമായിട്ട് അതിൽ തട്ടി കൊടുക്കുന്നത്. എൻ്റെ വീട്ടു ജോലികളെല്ലാം രാവിലെ കഴിയുവേ. പിന്നെ ബാക്കിയുള്ള സമയം ഞാൻ ഇതുവരെ മൊബൈലിൽ കണ്ട് ഇങ്ങനെ കടന്നു ഇരുന്നൊക്കെ ഇങ്ങനെ സമയം കളയാറാണ്. ഒരു ദിവസം ഞാൻ വെറുതെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ വീഡിയോ ആക്കിയിട്ട് എടുത്തതാണ്. അത് പിന്നെ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി നിങ്ങളെ മുന്നിൽ എത്തിക്കാമെന്ന് കരുതി. ഇപ്പം എനിക്ക് സമയം പോകുന്നതേ അറിയുന്നില്ല. എന്താന്ന് ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടാകും, അതൊന്നും ഞാൻ കേൾക്കാറുമില്ല, എന്നോടങ്ങനെ പറഞ്ഞിട്ടുമില്ല ആരും. പക്ഷെ പറഞ്ഞാൽ തന്നെ എനക്കൊന്നും അതൊരു പ്രശ്നമായിട്ട് വരുമില്ല. പറയുന്നവരങ്ങനെ പറഞ്ഞോട്ടെ, അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാതുകൊണ്ടായിരിക്കില്ല പറയുന്നുണ്ടാകുക. ഭർത്താനത്തിനെടുക്കാൻ എൻ്റെ ചോറ് വെക്കാൻ തുടങ്ങിയല്ലേ. ഒരു ചെമ്പ് വെച്ച് കൊടുക്കുക, അതിൽ ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കുക, കുറച്ച് മിൽമ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, കറിവേപ്പില, ക്യാരറ്റ് ഇതൊക്കെ ഇട്ടുകൊടുത്ത് മൂപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനങ്ങനെ അളക്കാറൊന്നുമില്ലേ. അതിന് ശേഷം കഴുകി വെച്ച അരി മൊത്തമായിട്ട് അതിൽ തട്ടിക്കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് നാരങ്ങ നീരും പറഞ്ഞു കൊടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് മൂടി വയ്ക്കണേ. ചോറിന് നിങ്ങൾ 1 കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം എടുത്താൽ മതി. ചില അരിക്ക് വേവ് കുറവായിരിക്കും. അങ്ങനെ എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ടേ. ഇനി ഒരു ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റണം. അതിലേക്ക് ഫസ്റ്റ് തന്നെ ചോറിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 4 കിലോ അരിൻ്റെ ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിയിൽ പകുതിയോളം ചോറിട്ട് അതിൻ്റെ മേലയിൽ കുറച്ച് കളറിട്ട് കൊടുത്ത് അതിൻ്റെ മേലയിലാണ് നമ്മൾ മസാലപ്പൊടി വിതറി കൊടുക്കുന്നത്. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളി, അണ്ടി, മുന്തിരി മേലയിൽ വിതറി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ചിക്കൻ മസാല മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും നിരപ്പാക്കിയതിന് ശേഷമാണ് ബാക്കി ചോറിട്ട് കൊടുക്കുന്നത്. നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ മിൽമ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് വെച്ചത്. എന്നാലും നമ്മൾ ദമ്മിടുന്ന സമയം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മിൽമ നെയ്യ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ സ്വാദിഷ്ടമായ ബിരിയാണിയും അങ്ങനെ റെഡിയായി. എനിക്ക് നിങ്ങളോട് കുറച്ച് കഥകൾ പറയാനും പറ്റി. ബാക്കിയുള്ള അണ്ടി, മുന്തിരി ഫ്രൈ ചെയ്തത് മൊത്തമായിട്ടും ഇതിൻ്റെ മേലിൽ വിതറി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഈ ചോറ് വെച്ച അടുപ്പിൽ കനലുണ്ടാവുമല്ലോ, അവിടത്തേക്ക് ഒരു 10 മിനിറ്റെങ്കിലും ഈ ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ബിരിയാണി പണി കഴിയുകയും ചെയ്ത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.